അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ കേക്കാണ്. അപ്പോൾ നമുക്ക് ഈ റവ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കി വരാം. ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഈ റവ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വരാം. അതിനുശേഷം മറ്റുള്ള ചേരുവകൾ ഞാനിവിടെ കാണിക്കാവുന്നത്. റവ ഞാനിതവിടെ ഒന്ന് ചെറുതായി പൊടിച്ചെടുത്തിട്ടുണ്ട്. റവ പൊടിച്ചെടുത്തതിന് ശേഷം ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലത്തെ കപ്പിന് 2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് സൺഫ്ലവറിൻ്റെ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് അടച്ചെടുത്ത് വരാം. ഞാൻ മുട്ടയും പഞ്ചസാരയും ഓയിലും കൂടെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള റവയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഒരു റവ കേക്കാണിത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 തുള്ളി വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇത്തിരി ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഓയിൽ തടവി കൊടുത്തിട്ടില്ല വെച്ചിട്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിതാ ഇതുപോലത്തെ ഒരു പഴയ പത്തിരിക്കല്ലാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഈ കല്ല് നല്ലോണം ചൂടായതിന് ശേഷം നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം ഇതിന് മേലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ കുറച്ചിടുക. എന്നിട്ട് ഇത് മൂടിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇവിടെ കേക്ക് റെഡി. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് നോക്കാം. അങ്ങനെ ഇതാ നമ്മുടെ കേക്ക് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് ഇങ്ങനെ എടുത്ത് നോക്കാം. കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ റവ കേക്ക് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതാ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും റവ കൊണ്ട് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കേക്കാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ വീഡിയോയുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്.